ഹായ് ഫോക്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തലയെടുപ്പിന്റെ തമ്പുരാന്മാർക്ക് ആഡംബരത്തിന്റെ പെരുമ കാട്ടാൻ നെറ്റിയിലണിയുന്ന പട്ടത്തിന് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ നെറ്റിപ്പട്ട നിർമ്മാണം ഇന്ന് വളരെ നല്ലൊരു ബിസിനസ്സാണ്. ഗജവീരന്മാർക്ക് അണിയാൻ വേണ്ടി മാത്രമല്ല, ഐശ്വര്യത്തിനും ആഡംബരത്തിനുമായിട്ട് വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നമ്മൾ ഇത് വിൽക്കാറുണ്ട്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിൽ ഇത് വളരെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. കാരണം നമ്മളിത് ഉണ്ടാക്കാൻ വാങ്ങുന്ന സാധനങ്ങളുടെ ഇരട്ടിയിലധികം വിലയ്ക്ക് നമുക്കിത് വിൽക്കാൻ സാധിക്കും. ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. പക്ഷെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണമെന്നുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് നെറ്റിപ്പട്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ സെറ്റ്. ഇതിങ്ങനെ സെറ്റായിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് 2 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ സെറ്റാണ്. ഇതിൽ കുമിളകളുണ്ട്, പിന്നെ ഫെവി ബോണ്ടിൻ്റെ ഗമ്മുണ്ട്, പിന്നെ നൂല്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഇത് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ അകത്തൊട്ടിക്കുന്ന കുമിളകളാണ്. ഇത് പല സൈസിലുണ്ട്. അപ്പോൾ ഈ കുമിളകൾ ഇതുപോലെ സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ കട്ടറോ സിസറോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വേർതിരിച്ച് കുഞ്ഞു കുഞ്ഞു മുത്തുകളായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇതിൻ്റെ അളവ് വരുമ്പോൾ 2 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ അളവാണ് ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ വരച്ചിരിക്കുന്നത്. ആദ്യം ന്യൂസ് പേപ്പറിൽ തന്നെ വരക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ നീളം 60 സെൻറ്റിമീറ്ററും വീതി 40 സെൻറ്റിമീറ്ററും വരും. അപ്പോൾ ഇത് മടക്കി വെച്ചിട്ട് വേണം, ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് വെട്ടുക. അതിനങ്ങനെ ഇന്ന ഷേപ്പിൽ വെട്ടിയെടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഏകദേശം നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഷേപ്പ് അറിയാലോ, ആ ഒരു ഷേപ്പിൽ വന്നാൽ മതി. അങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ന്യൂസ് പേപ്പറിൽ ആദ്യം വെട്ടിയെടുത്തിട്ട് നമ്മളിത് ഏത് കളറിലെ തുണിയാണോ നമ്മൾ ആദ്യം മുകളിൽ വെക്കുന്നത് ആ തുണിയിലേക്ക് നമ്മളിത് കോപ്പി ചെയ്യുക. ചിലർ ഗോൾഡൻ കളർ വെക്കും, ചിലർ റെഡ് വെക്കും. പക്ഷേ ഗോൾഡൻ ആണ് എപ്പോഴും നല്ലത്. കാരണം ഗോൾഡൻ കളറിൽ മുത്തായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും പെട്ടെന്ന് അറിയില്ല ഗോൾഡൻ കളറിലാണെങ്കിൽ. പക്ഷേ റെഡ് ആണെങ്കിൽ പെട്ടെന്ന് എടുത്തറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഗോൾഡൻ കളറിലെ പേപ്പറിലേക്ക് കോപ്പി ചെയ്തു. എന്നിട്ട് ആ കറക്റ്റ് 1 ഇഞ്ച് മെഷർമെൻറ്റ് കൂടുതൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ വെട്ടിയെടുക്കുന്നത്. 1 ഇഞ്ച് ഞാൻ കൂടുതൽ വിട്ടിട്ടുണ്ട്, ഞാൻ വരച്ചതിലും കൂടുതലായിട്ട്. അടുത്തത് കാണുന്നതാണ് ക്യാൻവാസ്. ഈ വെള്ള കളറിലെ തുണി കുറച്ച് കട്ടി കൂടിയ തുണിയാണ്. ഇത് നമുക്ക് സെറ്റിൻ്റെ ഒപ്പം കിട്ടില്ല, ഇത് നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങണം. ഈ ആ ഗോൾഡൻ കളറിലെ തുണി ക്യാൻവാസിലേക്ക് കോപ്പി ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ചിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് ആ ക്യാൻവാസിൻ്റെ മുകളിൽ ഗോൾഡൻ കളറിലെ തുണി ആദ്യം ഒട്ടിച്ച് വെക്കുക. അടുത്തതാണ് ഏറ്റവും അവസാനത്തെ ലെയർ. ഇത് നമ്മളുടെ കൂടെ അതിൻ്റെ സെറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന തുണിയാണ്. ഒരു വെൽവെറ്റ് ടൈപ്പ് തുണിയാണ്, പ്യോർ വെൽവെറ്റ് അല്ല, പക്ഷെ ഒരു വെൽവെറ്റ് ടൈപ്പ് തുണിയാണ്. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഒട്ടിച്ച ആ 2 ലെയർ നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒട്ടിക്കുന്ന സമയത്ത് ഇതിലും 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഈ തുണി വെട്ടിയെടുക്കാനായിട്ട്. അതിലും 1 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ അവസാനം അരങ്ങ് കുട്ടിക്കുമ്പോൾ എന്നാലേ കറക്റ്റായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് അകത്ത് കാണുന്ന ഭാഗം മാത്രമാണ് ശരിക്കും നെറ്റിപ്പട്ടം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏരിയ. അതിൻ്റെ പുറത്തേക്ക് കാണിച്ചേക്കുന്ന ആ മാർക്ക് ചെയ്തേക്കുന്ന വര, അതിൻ്റെ പുറത്തേക്കൊന്നും നമ്മളിത് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ കാർഡ്ബോർഡൊക്കെ വെച്ച് ഒട്ടിക്കുകയാണ്. നെറ്റിപ്പട്ടത്തിൽ ഓരോ കുമിളകൾക്കും ഓരോ സ്ഥാനങ്ങളുണ്ട്, ഓരോ ദേവതാ സങ്കല്പങ്ങളുണ്ട്. ആദ്യം ഗണപതിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക. മൂലഗണപതി വെച്ചു, അതിനുശേഷം ഇത് ത്രിമൂർത്തികളെന്നാണ് സങ്കല്പം. കറക്റ്റ് ഒത്ത നടുക്കായിട്ട് വെക്കുക കേട്ടോ. അത് നമ്മൾ നടുക്കുകൂടി ഒരു വര കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പിന്നെ പാർവതി, ഇനി ലക്ഷ്മിയാണ് വെക്കുന്നത്. പക്ഷേ ചീന്തുപുളി ചെറിയ മുത്തുകളായിട്ടും കിട്ടും, ഇതുപോലെ സെറ്റായിട്ടും കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് ലക്ഷ്മീനെ വെച്ചു. ഇനി സരസ്വതി. ഇനി നമ്മൾ ചന്ദ്രക്കലകൾ വെക്കുകയാണ്. ചന്ദ്രക്കലകൾ സാധാരണ 5 തൊട്ട് നമുക്കൊരു 11 വരെയൊക്കെ വലിപ്പം അനുസരിച്ച്, 5 തൊട്ടല്ല 3 തൊട്ട് 11 വരെയൊക്കെ നമുക്ക് വലിപ്പം അനുസരിച്ച്, എത്ര അടിയുടെയാണോ അത്ര വലിപ്പം അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ഫീറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് 5 ചന്ദ്രക്കലകൾ വെച്ചു. അതെല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന് പിന്നെ മാറരുത്, കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സൈഡിൽ വെക്കുന്നത് അഷ്ടവസുക്കളാണ്. അപ്പോൾ ഇത് ചെറിയ നെറ്റിപ്പട്ട ആയതുകൊണ്ട് 5 എണ്ണേ വെക്കുന്നുള്ളൂ. ഇനി അപ്പുറത്ത് നവഗ്രഹങ്ങളെ വെക്കുന്നുണ്ട്. നവഗ്രഹങ്ങളെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും 9 ഉണ്ടാവുന്നു, പക്ഷെ അവിടെയും ഇതുപോലെ തന്നെയാണ് കണക്കുകൾ. ഒറ്റസംഖ്യ ആയിരിക്കും എപ്പോഴും വെക്കുന്നത്, അവിടെയും 5 എണ്ണം തന്നെ വെക്കുന്നു. ഇനി മുകളിലായിട്ട് സപ്തഋഷികളെ വെക്കുവാണ്. അത് ഈ 2 ഫീറ്റിൻ്റെ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞി കുമിളകളെ കിട്ടുന്നുള്ളൂ കേട്ടോ. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് കുറച്ചുകൂടി വലിയ കുമിളകൾ വാങ്ങാം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എത്ര വലുത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇതാണ് ചീന്തുപൊളി. ഇത് ചീന്തുപൊളിയുടെ ഓരോരോ മുത്തുകളായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും,
അപ്പോൾ ആകെ 2 സെറ്റേ ഞാൻ വാങ്ങിച്ചുള്ളൂ. ബാക്കി ചീന്തുപുളി നമ്മൾ ത്രിമൂർത്തികളുടെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ചീന്തുപുളി ത്രിമൂർത്തികളുടെ ചുറ്റും വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കറക്റ്റ് ആ ത്രിമൂർത്തികളുടെ ഷേപ്പ് കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടാനായിട്ട് ചീന്തുപുളി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ത്രിമൂർത്തികളുടെ ചുറ്റും വെക്കുക. ബാക്കിയൊക്കെ റൗണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. പക്ഷെ ഇവിടെ വെക്കുമ്പോൾ നമ്മളത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വെക്കുക, അല്ലെങ്കിൽ ഷേപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ അകത്തെ എല്ലാം ഒട്ടിച്ച്, മെയിൻ ആയിട്ടുള്ളതെല്ലാം ഒട്ടിച്ചതിന് ശേഷം മാത്രം നമ്മൾ പുറത്ത് ഔട്ട്ലൈനും കൊടുക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഷേപ്പിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അകത്തെ എല്ലാം ഒട്ടിച്ചു. ഇനി നമ്മൾ കുറച്ചുകൂടി വലിയ കുമിളകൾ എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒട്ടിക്കുകയാണ്. കറക്റ്റ് ആ എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ആ മാർക്ക് ചെയ്തതിൻ്റെ നടുക്ക് എന്നുള്ള രീതിയിൽ അങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് പോകും. ഈ ഫെവി ബോണ്ടിൻ്റെ ഗം ഉപയോഗിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ആദ്യം ഒരു ഗമ്മ് നമ്മൾ ഒട്ടിച്ചു, അതിനുശേഷം നമ്മൾ ആ ഗമ്മ് തിരിച്ച് വലിക്കില്ലേ, അപ്പോൾ ഒരു നൂല് പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതെ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഗോൾഡൻ കളറിലെ തുണിയാണ് മേളിലെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് അറിയില്ല. ഈ കുമിളകൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് റൗണ്ടിൽ തന്നെ ഒട്ടിച്ച് പോവുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ ഈ കുമിളകൾ തന്നെ ഇതിലും ചെറിയ സൈസിലുള്ള കുമിളകൾ കിട്ടും. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഗ്യാപ്പ് വരുവാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്തില്ല. ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫെവി ബോണ്ടിൻ്റെ ഗമ്മ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നൂല് പോലെ വന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവിടെയൊക്കെ നമ്മളിനി അരങ്ങ് ഇടുന്ന വശം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അരങ്ങ് കെട്ടാൻ പോവാണ്. അരങ്ങ് കെട്ടാനായിട്ട് ഇതുപോലൊരു കാർഡ് ബോർഡ് എടുക്കുക. ഈ കാർഡ് ബോർഡിന് ഏകദേശം ഒരു 8-9 സെൻറ്റിമീറ്റർ നീളമൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു രീതിയിൽ 10 ചുറ്റ് ചുറ്റുക. വൂളൻ ത്രെഡ് എടുത്തിട്ട് 10 ചുറ്റ് ഞാൻ ചുറ്റിയെടുത്തു. ഇനി ആ ചുറ്റിൽ നിന്ന് അത് ഊരിയെടുത്തു. ഇങ്ങനെയാണ് സാധാരണമായിട്ട് നമ്മളത് കെട്ടി വരുന്ന കെട്ട്. ആദ്യം നമ്മൾ ആ ചുറ്റിയെടുത്തേക്കുന്ന സാധനം ഇതിൽ കൂടി എടുക്കുവാണ്. എന്നിട്ട് 2 വിരൽ മുകളിലിട്ടിട്ട് ബാക്കി ഭാഗം താഴെ കൂടെ തന്നെ മേളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചുറ്റുന്നതിന് സമയത്ത് ഈ ഒരു വലിയ ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു വെള്ള കളറിൽ കാണുന്ന ത്രെഡ്, ഈ ത്രെഡ് ഞാൻ എൻ്റെ ജനലും വാതിലും കൂടി ബന്ധിപ്പിച്ചാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ അതുപോലെ നമ്മൾ കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നോട്ട് ചുറ്റാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഈ ചുറ്റ് ഒരു തവണ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഈ ചുറ്റ് ചുറ്റാനായിട്ട്. അപ്പോൾ ഇതുപോലെ 5 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാ കളറിനും 5 എണ്ണം ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ മെഷർമെൻറ്റ് നോക്കിയപ്പോഴേക്കും 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് 2 റെഡ് വെച്ച് കൊടുത്തത്. ഇനി ഇവിടെ അണ്ണീവനായിട്ട് കുറച്ച് നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിപ്പുണ്ട്. ഇനി അതെല്ലാം കട്ട് ചെയ്ത് കളയുക, എന്നിട്ടത് സെറ്റാക്കുക. എന്നിട്ട് അരങ്ങ് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിത് നെറ്റിപ്പട്ടത്തിലേക്ക് ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ മൂലഗണപതിയുടെ താഴെയായിട്ട് ഞാൻ 10 നോട്ട് ചുറ്റിയിട്ടുണ്ട്, റെഡ് കളറ്. അത് കറക്റ്റായിട്ട് നടുക്ക് വരുന്ന രീതിയിൽ, ബാക്കിയുള്ള കളേഴ്സ് ഓപ്പോസിറ്റ് വരുന്ന രീതിയിലും കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. കുഞ്ചലം കെട്ടാനായിട്ട് നൂല് ചുറ്റുവാണ്. അതിന് കുറച്ചുകൂടി വലിയ കാർഡ് ബോർഡ് എടുത്തിട്ട് പല കളർ നമ്മളിതുപോലെ ചുറ്റിയിട്ടോ. ആ ചുറ്റിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നൂലുകൾ പൊട്ടി പോകുമായിരുന്നു. കാരണം ഒത്തിരി നീളത്തിലുള്ള നൂലുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാം തീർന്നു പോയിട്ടുണ്ടായി, പല കളേഴ്സും. അപ്പോൾ അത് ഇതുപോലെ ചുറ്റി എടുത്തിട്ട് നടുക്ക് ഇതുപോലെ ഒരു കെട്ട് കെട്ടി. കാരണം കുഞ്ചലത്തിന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് നിൽക്കണം. അത്രയും നീളത്തിൽ നമ്മൾ നടുക്കായിട്ടൊരു കെട്ട് കെട്ടി. ഇനി ഈ കെട്ടിൽ ഒരു നൂലിൻ്റെ ഒരു സൈഡ് നമ്മൾ കുഞ്ചലത്തിൻ്റെ ഉള്ളിലേക്ക് കെട്ടുകയാണ്. എന്നിട്ട് അതിലിട്ട് വലിച്ചു കഴിയുമ്പോൾ കുഞ്ചലത്തിൻ്റെ താഴെ ആയിട്ട് ഇത്രയും ത്രെഡ്സ് വന്നിട്ട് നിൽക്കും. അപ്പോൾ ഈ ത്രെഡ് എപ്പോഴും വിരിഞ്ഞ് നിൽക്കുന്നതാണ് നമ്മൾ പല നെറ്റിപ്പട്ടത്തിനും കണ്ടിട്ടുള്ളത്. ആ വിരിഞ്ഞ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പിൽ, അതായത് നമ്മൾ ഈ കെട്ടി കുഞ്ചലത്തിൽ വെച്ചേക്കുന്ന ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു പീസ് കാർഡ്ബോർഡോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലെ പീസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി കുട പോലെ വിരിഞ്ഞ് നിൽക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പൊട്ടി നിൽക്കുന്ന നൂലുകളായതുകൊണ്ടാണ് ഒരു വൃത്തിയില്ലായ്മ തോന്നുന്നത്. അത് കുറച്ചുകൂടി നല്ല നൂലുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്കിത് ചുറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. മൂലഗണപതിയുടെ താഴെ ത്രെഡിൽ വരുന്ന അതേ കളറിൽ നൂലിട്ട് വേണം നമ്മൾ കുഞ്ചലം കെട്ടാനായിട്ട്, അല്ലെങ്കിൽ വ്യത്യാസം എടുത്തെറിഞ്ഞ് നിൽക്കും. ഇനി അതിനുശേഷം നമ്മൾ മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തൂക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ചിലർ കമ്പി വെച്ചിട്ട് തൂക്കും, ചിലർ കാർഡ്ബോർഡ് വെച്ചിട്ട് തൂക്കും. ഞാനിവിടെ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അരങ്ങിൻ്റെ നൂല് ആദ്യം ചേർത്ത് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കോളൂ, കുറച്ച് ഭാഗം ഞാൻ നീട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലോത്ത് വെട്ടിയ സമയത്ത് ഞാൻ കുറച്ച് ഭാഗം മേളിലേക്ക് നീട്ടിയെടുത്തിട്ടുണ്ടായി. ആ നീട്ടിയെടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ കാർഡ്ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കാർഡ്ബോർഡ് വെക്കുകയാണ്. അതിന് ആദ്യം നമ്മളുടെ സെറ്റിലുണ്ടായിരുന്ന വെൽവെറ്റിൻ്റെ തുണി തന്നെയാണ് കാർഡ്ബോർഡ് പൊതിയാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതിൽ നടുക്കായിട്ട് 2 തുളകൾ ഇട്ടു. കാരണം ആ തുളയിൽ കൂടിയാണ് വരണം കാർഡ്ബോർഡ്.
അപ്പോൾ അതിനായിട്ട് ആദ്യം ആ കാർഡ്ബോർഡ് വെൽവെറ്റ് തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഇനി അതിനുശേഷം ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഭാരം മൊത്തം നിൽക്കാൻ പോകുന്നത് ആ കാർഡ്ബോർഡിലായിരിക്കില്ല, മെയിനായിട്ട് അതിൻ്റെ പുറകിലുള്ള തുണിയിലായിരിക്കും. ഈ തുണി കണ്ടോ, ക്യാൻവാസും ഗോൾഡൻ കളറിലെ തുണിയും. അപ്പോൾ ഇത് അങ്ങ് കയറ്റി ഒട്ടിക്കുകയാണ്. ഞാൻ ആദ്യമേ എടുത്ത സമയത്ത് കുറച്ചുകൂടി നീളത്തിൽ ഞാൻ ആ ഹെഡിൽ കുറച്ചുകൂടി നീളം കൊടുക്കേണ്ടതായിരുന്നു പുറത്തോട്ട്, പക്ഷെ അത്രയും ചെയ്തില്ല. കുറച്ച് തുണിയെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അത് ആ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചിട്ട് ഇതുപോലെ പൊതിഞ്ഞ് വെക്കുകയാണ്. മൊത്തത്തിൽ പശ തേച്ചിട്ട് തന്നെ പൊതിഞ്ഞ് വെക്കുകയാണ്. മുകളിലും പശ തേച്ച് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം സൈഡും അതുപോലെ തന്നെ ഭംഗിയായിട്ട് പൊതിഞ്ഞ് വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നടുക്ക് ഒരു പഞ്ചിങ് മെഷീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ആ തുള ഇടാനായിട്ട്. ഒരു ലേസ് എടുത്തിട്ടുണ്ട്, ആ ലേസ് വെച്ചിട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി കുമ്പളകൾ കൊടുത്തു. ഇനി ആ ലേസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ തുളയിട്ടതിൽ കൂടി ഒരു നൂല് പോലെ, അതായത് തൂക്കിയിടാനുള്ള നൂല് പോലെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊരു ജോലിയായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വീട്ടമ്മമാർക്കാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം അത്യാവശ്യം ഞാൻ തന്നെ ഇതിൽ ഓൺലൈനൊക്കെ റേറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പല രീതിയിലുള്ള നെറ്റിപ്പട്ടങ്ങൾക്ക്. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ഇല്ല, കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ കുറവുകളൊക്കെ കാണും. പക്ഷെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്റെ വീഡിയോ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ പല വീഡിയോസും യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് റെഫർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്